പറയുമ്പോൾ തൃശ്ശൂർകാര് പാലക്കാട്ടുകാർക്ക് പറയണ്ട, അത്ര ജീവന്റെ ജീവനാണ്. ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തുണ്ട്, ഈ പൂരം കണ്ടിട്ട് സുഹൃത്തായതാ. എന്താ നല്ല അറിയാം, ഇങ്ങനെയല്ല. മരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ വന്നു, ട്രാക്കിലിരുന്ന ആളുകളെ അത് അടിച്ചു പോവുകയാണ് ചെയ്തത്. അവർക്ക് തലവെട്ടാനും രാജഭരണം കൽപ്പിക്കാനും അധികാരം ഉണ്ടായിരുന്നു അവർക്ക്. പൂരങ്ങളുടെ പൂരം എന്ന് പറയാനൊന്നുമല്ല, ഇത് രണ്ടാമത്തെ പൂരം തന്നെയാണ്. ഇപ്പൊ നിയമത്തിന്റെ കുരുക്ക് കാരണം നമുക്ക് വെടിക്കെട്ട് നാമവിശേഷമായി എന്ന് പറയാം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ ട്രെയിൻ പോകുന്ന വിഷ്വല് ഒത്തിരി റീൽസിൽ കണ്ട് കൊതിച്ചിട്ടുണ്ട് ഒന്ന് നേരിട്ട് കാണാൻ. ഇവിടേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അത് മനസ്സിലുണ്ടായിരുന്നു. കേരളത്തിൽ വേറെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാഴ്ചയില്ല അല്ലേ? ഇല്ലാന്നാണ് എൻ്റെ അറിവ്. ഇനി അങ്ങനൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് അടുത്ത യാത്ര അങ്ങോട്ടാക്കാം. അപ്പോൾ ആഗ്രഹം നടന്ന സ്ഥിതിക്ക് നമുക്ക് വീണ്ടും പൂരം നടക്കുന്ന അവിടേക്ക് പോവാം. അല്ല, ഇവരിത് എങ്ങോട്ട് ആനേനെ കൊണ്ടുപോകണേ? പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ ഗ്രൂമിങ് സെക്ഷനിൽ കണ്ട ആനകളല്ലേ ഇത്? ഇതെല്ലാം ആനേനെയും കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഇവരെവിടേക്കാണ് പോണേന്ന് നോക്കാം. എന്താണാവോ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാപ്പാനൊക്കെ കൂടെ ഉണ്ട്. ഓരോ ആനയുടെയും പാപ്പാന്മാരൊക്കെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കാണികളും എല്ലാവരും അവരെ കൂടെ പോകുന്നത് കാണുന്നുണ്ട്. നമുക്കും പോയി നോക്കാം കേട്ടോ, എന്താ സംഭവം എന്നറിയാലോ. ഞാനെന്താ ആനകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ആനപ്രേമികളായിട്ടുള്ള ഒത്തിരി ആളുകൾ അവരെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കവരെന്തിനാ പോണേ, എവിടേക്കാണ് പോണേന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആണെങ്കിൽ അവർ ആനപ്രേമം കൊണ്ട് മാത്രം നടന്നു പോകണം കേട്ടോ. കട്ട തീ പൊളണ ചൂടും വെയിലും പൊടിയും കാറ്റും ഒന്നും പറയണ്ട. അതും സഹിച്ചാണ് ഈ ഇത്രയും ജനാവലി ആ ആനകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. വെയിലും ചൂടും പൊടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ കയ്യിന്ന് പോയിട്ടോ. ഞാൻ നേരെ പൂരത്തിൻ്റെ അവിടേക്ക് തിരിച്ചു വന്നു. ഇവിടെ പക്ഷെ തണലത്താണല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് പൂരം ആസ്വദിക്കാം. ആനകൾ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ, അതല്ലേ ഹീറോയിസം. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണിത്. ഞാൻ നിന്ന സ്ഥലം ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ചെറിയൊരു ടൈം ഗ്യാപ്പിനുള്ളിൽ അത്രയും ആളുകൾ അധികം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് സമയം കഴിയും തോറും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പൂരത്തിൻ്റെ ആവേശവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ആ ആനകളെ എന്തിനായിരിക്കില്ലേ കൊണ്ടുപോയത്? എനിക്കിവിടെ നിന്നിട്ട് നിപ്പ് ഉറക്കണില്ല. അങ്ങോട്ട് തന്നെ പോയാലോ? എന്നാലും എന്തിനായിരിക്കും അത്രയും ആനകളെ അവർ കൊണ്ടുപോയത്? ഇതാ ഞാൻ പൂരപ്പന്തലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇത് ഈ പന്തൽ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അത് ലൈറ്റ് ഷോ ഒക്കെ നടത്തുന്ന പന്തലില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറത്താണ്. അവിടെ തണലത്താണ് നമ്മൾ പൂരം ആസ്വദിക്കേണ്ടത്. അതൊന്നും കുഴപ്പമില്ല. അതിനിടയ്ക്ക് അവിടെ ഫയർ എഞ്ചിൻ കണ്ടുല്ലേ. ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഒരു കണക്കിന് നല്ലതാണ്, ഇത്രയും ആളുകൾ വരുന്നതല്ലേ, നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്ത എന്തും സംഭവിക്കാം. ഒരു കണക്കിന് ഈ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും ഇനി അഥവാ ഒരു അപകടം നടന്നാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കാൻ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിനായിരുന്നു ആനകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതാണ് തിടമ്പേറ്റാനുള്ള ആനയെ കണ്ടുപിടിക്കുന്ന ചടങ്ങ്. ദേശക്കാർ കൊണ്ടുവരുന്ന ആനകളിൽ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയാണ് തിടമ്പേറ്റുക. ദേശക്കാർ കൊണ്ടുവരുന്ന ആനകളെ നിരയായി നിർത്തിയതിനു ശേഷം അതിൽ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയെ കണ്ടുപിടിക്കുന്നു. അവനായിരിക്കും പൂരത്തിന് ആ ദേശക്കാരുടെ തിടമ്പേറ്റുന്നത്. പക്ഷെ കൊണ്ടുവരുന്ന ആനകളിൽ തലപ്പൊക്കമുള്ള ആന ഏതാന്നൊക്കെ അവർക്ക് അറിയായിരിക്കില്ലേ. എന്നാലും ജൈവിളികളോട് കൂടി ആ ആനയെയും മറ്റു ആനകളെയും ആനയിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതൊരു ചടങ്ങായിരിക്കണം. അപ്പോൾ കുമരനെല്ലൂർ ദേശത്തിന്റെ തിടമ്പേറ്റാനുള്ള ആനയെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനവരെ ജയ് വിളിച്ചും മാർബ് വിളിച്ചും ആഘോഷിച്ച് ആനയെ കണ്ടെത്തുന്നു. അവരെ തിരിച്ചു പോവാണ്.
ഇതിപ്പോൾ കുമരനെല്ലൂർ ദേശത്ത് തിടമ്പേറ്റുന്ന ആനയെ കണ്ടെത്താനുള്ള ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ആനകളൊക്കെ കൂടെ ചേർന്ന് അമ്പലത്തിനകത്തേക്ക് പോയി നെറ്റിപ്പട്ട അണിഞ്ഞ് തിടമ്പെടുത്തിട്ട് പുറത്തേക്ക് വരും. ഗംഭീരമായിട്ടുള്ളൊരു വരവാണ്. ഇനി നമുക്ക് ആ കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ അവരൊക്കെ അമ്പലത്തിനകത്തേക്ക് പോകുന്നേ ഉള്ളൂ. എല്ലാ ആനയുടെ മുകളിൽ പാപ്പാനുണ്ട് കേട്ടോ. ഒരു ട്രെയിനിൻ്റെ ശബ്ദമല്ല കേട്ടത്, ദേ പോണു ട്രെയിൻ. ഉത്സവത്തിൻ്റെ തിരക്കിനിടയിൽ ഒരു ട്രെയിനെങ്കിലും ഉത്രാളിക്കാവിൻ്റെ പിന്നിലൂടെ പോണത് കാണണമെന്നായിരുന്നു ആഗ്രഹം. ദേ പോണു അടുത്ത്, അടിപൊളി. ആഗ്രഹം സാധിച്ചതിൻ്റെ അമിതാവേശത്തിൽ ഞാൻ എല്ലാ ആംഗിളിലും അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും കുമരനെല്ലൂർ ദേശത്തെ കൊമ്പന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാഴ്ച കാണുന്നതിലും അത് ഫോണിൽ പകർത്താനാട്ടോ എല്ലാവർക്കും ആവേശം. ഇതാ വന്നല്ലോ. ദൈവനാണ് നമ്മുടെ കുമരനെല്ലൂർ ദേശത്തെ ഏറ്റവും തലപ്പൊക്കം കൂടിയ കൊമ്പൻ. തൊട്ടു പിന്നിലായിട്ട് നെറ്റിപ്പട്ട അണിഞ്ഞ കൊമ്പന്മാരിപ്പോൾ വരൂ കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പന്തലില്ലേ, അതിൻ്റെ മുന്നിലാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൂരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടെ നിൽക്കുന്ന ആനകളൊക്കെ ഇവിടുന്ന് മാറിയതിന് ശേഷമായിരിക്കും കുമരനെല്ലൂർ ദേശത്തെ ആനകൾ അണിനിരക്കുന്നത്. ഇവിടെ ഗംഭീര പൊടിയാട്ടോ, വായിലൊക്കെ മണ്ണ് ചോയ്ക്കുന്നുണ്ട്. ചൂടിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. ഇത്രയും ശരീരം കവർ ചെയ്താൽ നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 90% ശരീരം സൂര്യപ്രകാശം ഏൽക്കുന്ന ആന എങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്? ഇത്രയും ദൂരത്തുനിന്ന് ഇവരിങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പ്രത്യേക ആനച്ചന്തം. അവരുടെ ആ പോക്ക് കണ്ടപ്പോഴേ ഞാനും കൂടെ ഇങ്ങ് പോന്നു. നെറ്റിപ്പട്ടൊക്കെ കഴിച്ച ആനക്കുട്ടന്മാരെ ഫ്രീ ആക്കുകയാണ് പാപ്പാമാർ. ഇത്രയും നേരം ആ വെയിലത്ത് ചൂടിന് നിന്നല്ലേ, അവർക്കും ഉണ്ടാവില്ലേ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. സയൻറ്റിഫിക് അല്ല, പേഴ്സണൽ ആയിട്ടുള്ള തോട്ട്സാണ്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴൊരു ക്ഷീണമല്ലേ, അതേപോലൊക്കെ അവർക്കും ഉണ്ടാവില്ലേ ടയർഡ്നെസ്. എന്തായാലും ഈ നെറ്റിപ്പട്ട അഴിക്കണ പരിപാടിയും കാണാനൊരു ചേലൊക്കെ ഉണ്ടല്ലേ. ഹോ, എന്തൊരാശ്വാസം. കണ്ടു നിന്ന എൻ്റെ തോട്ട് ഇതാണെങ്കിൽ ആ അനുഭവിക്കണ ആനയുടെ അവസ്ഥ എന്തായിരിക്കും? വൈശാഖ് കോഴിക്കോട് നിന്നാണ്. നമ്മളൊരു 5-8 കൊല്ലമായിട്ട് ഉത്രാളി പക്ഷേ ഒരു 6 കൊല്ലമായിട്ടില്ല. എന്തായാലും വെടിക്കുന്ന സീനുള്ള സമയത്ത് മുതലേ നമ്മളുണ്ട്. അതിന് മുന്നിൽ കൊടുക്കും. അത് വേറെ ഇത് വേറെ, അത് വേറെ ലെവല്, ഇത് വേറെ ലെവൽ. ഇതിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ തേക്കുണ്ട്. തേക്കിന്റെ ബാക്കിൽ നിന്ന് ഒളിച്ചു നിന്ന ആൾക്കാരെ ഞങ്ങൾ ഒളിച്ചു നിന്ന വേറെ ലെവലാണ്. നമ്മള് ബസ്സില് സീനുള്ള സമയത്ത് തന്നെ ഇവിടെ വൃത്തിക്ക് പരിപാടി ശേഷമാണ് വെടിക്കെട്ട് കുറഞ്ഞത്. ആ വെടിക്കെട്ട് ഇതിന് മുമ്പാണല്ലോ പോയിട്ട്. അതിന് മുന്നേ നമ്മൾ എന്താന്നുള്ള അറിയാം, ഇതെങ്ങനെയല്ല എന്താന്നുള്ള അറിയാം, ഇതെങ്ങനെയല്ല. അവർ പറഞ്ഞതും കേട്ട് തിരിഞ്ഞപ്പോഴാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ മറ്റൊരു വേർഷൻ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ, ഗംഭീര പരിപാടിയാണ്. എനിക്കിഷ്ടാവുന്നുണ്ട് കേട്ടോ ഉത്രാളിക്കാവ് പൂരം. ഒന്ന് കഴിയുമ്പോൾ അടുത്തൊന്നുള്ള രീതിയിൽ ഒരുപാട് എലമെന്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൂരം വൈബാണ് ഇവിടെ. അപ്പോഴേക്ക് ഇതേ വരുന്നു അടുത്തത്.
സാധാരണ ക്ഷേത്രങ്ങളിൽ ആദ്യം ഭഗവതി ഉണ്ടായിട്ടാണ് പിന്നീട് വെളിച്ചപ്പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഉത്രാളിയുടെ കേസിൽ ആദ്യം വെളിച്ചപ്പാടുണ്ടായിട്ടാണ് പിന്നീട് ഭഗവതി ഉണ്ടായതത്രേ. മൂകാംബികാ ദേവിയിൽ നിന്ന് ദർശനം കിട്ടിയ കേളത്തച്ഛന്റെ അടുക്കള ജോലിക്കാരന് വാർദ്ധക്യകാലത്തിൽ വെളിപാടുണ്ടാവുകയും മൂലസ്ഥാനത്ത് ഇരിപ്പിടം നൽകി പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഒരു കഥയുണ്ട് ഇതിന് പിന്നിൽ. നമ്മളിതാ വീണ്ടും പഞ്ചവാദ്യത്തിന്റെ താളത്തിലേക്കും നെറ്റിപ്പട്ടമണിഞ്ഞ മുത്തുക്കുട ചൂടിയിട്ടുള്ള പൂര കാഴ്ചകളിലേക്കുമാണ് പോകുന്നത്. ഒരു ഭാഗത്ത് പൂരം ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ദേശത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ കോഴിക്കോട്, അതുപോലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും പറഞ്ഞു വരുമ്പോൾ തെക്കും വടക്കും ഒക്കെ ഈ മധ്യഭാഗത്തേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആംബിയൻസിന് ഗാംഭീര്യം കൂട്ടാൻ എന്നോണം കടന്നു പോകുന്ന ട്രെയിനുകളും ഒരു പൊടിക്കാ പൂരത്തിന് ആവേശം നൽകുന്നില്ലേ എന്നൊരു സംശയം. നമ്മൾ വന്നപ്പോൾ തന്നെ അറിഞ്ഞില്ലേ ഈ പന്തലുകളിൽ ലൈറ്റ് ഷോ ഉണ്ടാവും രാത്രിയിൽ നിന്ന്. ഇപ്പം തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പന്തലിലൊക്കെ ലൈറ്റൊക്കെ ഓണാണ്. പക്ഷേ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ്സ് വ്യക്തമാവാത്തത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്, സൂര്യപ്രകാശം മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലൈറ്റ് കാണാൻ പറ്റുന്നില്ലേ. പക്ഷേ കുറച്ചധികം സൂക്ഷിച്ച് നോക്കേണ്ടി വരുന്നു മാത്രം. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആക്കിയപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ് അല്ലേ. പക്ഷേ ലൈറ്റ്സ് ഇത്രയും വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗജവീരന്മാരുടെ ഗാംഭീര്യം ഇത്തിരി കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോൾ ലൈറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ടായിരിക്കാം, അല്ല ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. മൂന്ന് ദേശക്കാരും ഒരു രക്ഷയില്ലാത്ത ആവേശത്തിലാണ്. മൂന്നിടങ്ങളിലായിട്ട് തങ്ങളുടെ ഗജവീരന്മാരുടെ മുകളിൽ ഗംഭീരമായിട്ടുള്ള കുടമാറ്റമാണ് ഓരോ ദേശവും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചവാദ്യത്തിൻ്റെ താളം പിന്നെ പറയണ്ട. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും രാത്രിയാവട്ടെ എന്നാണ്. ആ ലൈറ്റ് ഷോ ഒന്ന് ആസ്വദിക്കണം, ഗംഭീര പരിപാടിയാണെന്നാണ് കേട്ടത്. പിന്നെ നമ്മുടെ എല്ലാ പൂരപ്രേമികളും കാത്തിരിക്കുന്ന വെടിക്കെട്ട് രാത്രിയാണ് തുടങ്ങുന്നത്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉത്രാളിക്കാവ് വെടിക്കെട്ട് അതൊരു ഒന്നൊന്നര വെടിക്കെട്ടാണ്. കരിമരുന്ന് പ്രയോഗം ആസ്വദിക്കാൻ കാത്തിരിക്കുന്നവരാണ് എല്ലാ പൂരപ്രേമികളെങ്കിലും ഒരു സെക്കൻഡ് പോലും അവർ പഞ്ചവാദ്യത്തിന് താളം പിടിക്കാതിരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, കൈ ഉയർത്തി ഓരോ കൊട്ടിനും അവർ താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒത്തിരി പേര് വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. കംപ്ലീറ്റ് പൂരം അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ക്യാപ്ചർ ചെയ്യുന്നു. ശരിക്കും ഇരുട്ടായി തുടങ്ങിയിട്ടോ. അമ്പലപ്പറമ്പിലുള്ള ട്യൂബ് ലൈറ്റുകളും ബാക്കി ലൈറ്റുകളും ഒക്കെ തെളിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൂര പന്തലിലുള്ള ലൈറ്റിങ്സും നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് കാണുന്നുണ്ട് ഇല്ലേ. ഇരുട്ടായി തുടങ്ങിയപ്പോഴേ കുറച്ചധികം കടകളും അതുപോലെ അന്യ സംസ്ഥാന കലാകാരന്മാരൊക്കെ പൂരപ്പറമ്പിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ. അവർ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും കുട്ടിയാന്ന് തോന്നുന്നു. ആ കൊച്ചിനെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ആ കുട്ടിക്കും എല്ലാ തരത്തിലുള്ള പ്രാക്ടീസും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കുട്ടിയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. രാത്രിയായി തുടങ്ങി. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ലൈറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പന്തലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ. അതും ഒന്നല്ല, 2 പന്തല് അമ്പലത്തിന്റെ 2 വശത്തുമായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സംശയം, 2 ദേശക്കാരല്ലല്ലോ, 3 ദേശക്കാരില്ലേ? എന്തുകൊണ്ടാവും 3ാമത്തെ ദേശത്തിന് അവിടെ പന്തല് പണിയാണ്ടിരുന്നത്? 2 ദേശക്കാർ ഈ ഓരോ പന്തലിന്റെ താഴെയും മറ്റൊരു ദേശം പന്തലിന്റെ തൊട്ടപ്പുറത്തുമാണ് കുടമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ട് കൂടിക്കൂടി വന്നുകൊണ്ടാന്ന് തോന്നുന്നു ഈ ഒരു സമയമായപ്പോഴേക്ക് പഞ്ചവാദ്യം നമ്മുടെ കുടമാറ്റമൊക്കെ കഴിഞ്ഞു. ആനകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മേളക്കാർ പോയിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇനി അങ്ങോട്ട് പ്രകാശത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും പൂര കാഴ്ചകളാണ്. നമ്മുടെ ലൈറ്റ് ഷോയും വെടിക്കെട്ടും കുറച്ച് ആലങ്കാരികമായി പറഞ്ഞേ ഉള്ളൂ. സകല ദേശത്തുള്ള പൂരപ്രേമികൾ ഉണ്ട് ഇവിടെ. എല്ലാവരും വെടിക്കെട്ടിനും ലൈറ്റ് ഷോ ആരംഭിക്കാനും കാത്തിരിക്കുകയാണ് എന്നെ പോലെ. രാവിലെ മുതലേ വന്ന് പൂരം കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഉച്ചയ്ക്കാണ് വന്നത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വെടിക്കെട്ട് മാത്രം എയിം ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഞാൻ രാവിലെ വന്ന ആൾക്കാരുടെ കൂട്ടത്തിലാട്ടോ. രാവിലെ വന്നപ്പോഴേ ഈ പന്തൽ കണ്ടപ്പോൾ ചുള്ളിക്കമ്പൊക്കെ കൊണ്ട് എന്തോ കിട്ടിയ പോലൊക്കെ തോന്നി. പക്ഷെ അതൊന്നും ആയിരുന്നില്ല സാധനം. എന്താ ഈ ഒരു ലൈറ്റ് ഷോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇനി ഓൺലി ലൈറ്റ് ഷോ, നോ സംസാരം. കുറച്ചു നേരം ലൈറ്റ് ഷോ ആസ്വദിക്കട്ടെ. നമ്മുടെ പന്തലിലുള്ള ലൈറ്റ് ഷോ ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. ഈ കൊള്ളിയാൻ മിന്നണ പോലെ ലൈറ്റിൻ്റെ ചില വേരിയേഷൻസ് അവരവിടെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിമിർപ്പിലെ ഇതും ഒരു രസം തന്നെയാണ് അല്ലേ. ലൈറ്റ് ഷോയ്ക്ക് ശേഷം വെടിക്കെട്ട് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു അതിശയോക്തിയും ഇല്ല. കാരണം അത്രയും പേര് കേട്ട വെടിക്കെട്ടാണ് ഉത്രാളിക്കാവ് വെടിക്കെട്ട്. പണ്ടൊക്കെ ഈ 3 ദേശങ്ങളും ഒരുമിച്ചിട്ടായിരുന്നു വെടിക്കെട്ട് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു മത്സര വെടിക്കെട്ടിന്റെ സ്വഭാവവും ഉണ്ടായിരുന്നു. കാണുന്നവർക്ക് വളരെയധികം ആവേശം ഉണ്ടാവുമെങ്കിലും ആപത്ത് വിളിച്ചു വരുത്താൻ വേറെ ഒന്നും വേണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ദേശം കഴിഞ്ഞ് അടുത്ത ദേശം എന്ന രീതിയിൽ ടൈം സ്ലോട്ട് കൊടുത്തിട്ടാണ് ഓരോ ദേശത്തിനും വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെക്കാളും ഗാംഭീര്യം കുറച്ചിട്ടാട്ടോ ഇപ്പോൾ വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു പൂരപ്രേമി പറയുന്നത് കേട്ടു, പണ്ടത്തെ ഗർഭം കലക്കൊന്നും ഇപ്പം ഇല്ല, കുഴിയെടുത്ത് ഗർഭം കലക്കി പൊട്ടിച്ചിരുന്ന ഉത്സവമൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം അതൊന്നും കാണാനും കേൾക്കാനും ഇല്ല എന്നൊക്കെ. ആള് വളരെ നിരാശയോടെയാണ് പറഞ്ഞത്. ഒരു പൂരപ്രേമി എന്നുള്ള നിലയ്ക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ എന്ന്. പക്ഷേ ആഘോഷത്തെക്കാൾ വലുതാണല്ലോ നമ്മുടെ ആരോഗ്യവും ആയുസ്സും. ഇപ്പോൾ ഉള്ളത് കൂടുതലും ഡൈനകളും മാലപ്പടക്കങ്ങളും ഒക്കെയാണ്. എങ്കിലും ഉത്രാളിക്കാവ് വെടിക്കെട്ട് എന്ന പേരിനുള്ള ഗാംഭീര്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ആളുകൾ ഉറക്കമൊഴിഞ്ഞ് ഇവിടെ കാത്തുകെട്ടി കിടക്കുന്നത്.
അങ്ങനെ 2024 ഉത്രാളിക്കാവ് പൂരവും വെടിക്കെട്ടും പൊടി പൊടിച്ചു. പൂരത്തിന് വരാൻ പ്ലാനുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഇത്രയും ജനസാഗരം ഈ വെടിക്കെട്ടും പൂരവും കഴിയാൻ കാത്തിരുന്നവരാണ്. ദൂരനാട്ടിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെങ്കിൽ പൂരം കഴിഞ്ഞു പോകാനുള്ള വാഹനമോ അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യമോ ഒക്കെ സെറ്റാക്കിയിട്ട് വേണം പൂരം കൂടാൻ വരാൻ. അല്ല, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ടെങ്കിൽ അതായാലും മതി. എന്തായാലും ഇത്രയും ജനങ്ങളെ ഇവിടെ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇന്നു മുതൽ 2025 ഉത്രാളിക്കാവ് പൂരത്തിനും വെടിക്കെട്ടിനുമായുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. 2025 കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച അന്നായിരിക്കും പൂരം കൊടിയേറാൻ പോകുന്നത്. കൃത്യം 7-ാം ദിവസം, അതായത് ഫെബ്രുവരി 25 അടുത്ത കൊല്ലത്തെ ഉത്രാളിക്കാവ് പൂരം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഉത്രാളിക്കാവ് പൂരം? നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്താൽ സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും എൻ്റെ യാത്രാവിശേഷങ്ങളും അനുഭവങ്ങളും നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. അപ്പോൾ അടുത്തൊരു എക്സൈറ്റിംഗ് യാത്രാനുഭവമായിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.